എവരിവൺ. നമ്മൾ കമ്പൈലറിനകത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് കമ്പൈലർ ആയിരുന്നു. അതിനകത്തുള്ള ഫസ്റ്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു? ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഒപ്റ്റിമൈസേഷൻ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചേഴ്സ്. അതായത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചേഴ്സിന് ഒരുപാട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് എങ്കിലും അതിൻ്റെ ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള വേർഷൻ അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേർഷൻ എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ളതാണ് ഇവിടെ ഈ കമ്പൈലർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അതായത് നമുക്കറിയാം കമ്പ്യൂട്ടർ ആർക്കിടെക്ചേഴ്സിൻ്റെ കാലം എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു റാപ്പിഡ് എവല്യൂഷൻ തന്നെ നടന്നിട്ടുണ്ട്. എങ്കിലും അവിടേക്ക് ഈ കമ്പൈലറിൻ്റെ ഒരു ഡിമാൻഡ്, അതായത് നെവർ എൻഡിങ് ഡിമാൻഡ് ഫോർ ന്യൂ കമ്പൈലർ ടെക്നോളജി എന്നുള്ളത് അതിനകത്ത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. കാരണം കമ്പൈലർക്ക് നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ടാണത്. Aside from the rapid evolution of computer architectures, there is a never-ending demand for new compiler technology. കമ്പ്യൂട്ടർ ആർക്കിടെക്ചേഴ്സിൻ്റെ റാപ്പിഡ് എവല്യൂഷൻ നടന്നെങ്കിലും അതോടുകൂടി തന്നെ ഒരു നെവർ എൻഡിങ് ഡിമാൻഡ് കമ്പൈലേഴ്സിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. അതായത് കമ്പൈലറും അതിൻ്റെ കൂടെ ആക്ട് ചെയ്യേണ്ട ഒന്നായി തന്നെ മാറിക്കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഓൾ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടേഴ്സ് ലിവറേജ് പാരലിസം ആൻഡ് മെമ്മറി ഹൈറാർക്കീസ് ആസ് എസെൻഷ്യൽ മെത്തേഡ്സ്. എല്ലാ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടേഴ്സിനകത്തും പാരലിസവും മെമ്മറി ഹൈറാർക്കീസും ഒക്കെ അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പാരലിസം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് മെയിനായിട്ട് വന്നിരുന്നത്. അറ്റ് ദ ഇൻസ്ട്രക്ഷൻ ലെവൽ വെർ മെനി ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് അറ്റ് ദ സെയിം ടൈം. ഒന്ന് ഇൻസ്ട്രക്ഷൻ ലെവലിലുള്ള പാരലിസം വന്നിട്ടുണ്ട്. അതിനകത്ത് എന്തായിരുന്നു? സെയിം ടൈമിൽ ഒരുപാട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഇൻസ്ട്രക്ഷൻ ലെവലിലായിരുന്നു ആ ഒരു ടൈപ്പ്. ആൻഡ് ദ നെക്സ്റ്റ് ടൈപ്പ് ഈസ് പ്രൊസസ്സർ ലെവൽ. പിന്നെ വന്നത് പ്രൊസസ്സർ ലെവലിലായിരുന്നു. എങ്ങനെയായിരുന്നു ഈ പ്രൊസസ്സർ ലെവലിൽ നമ്മളുടെ പാരലിസം നടക്കുന്നത്? ഡിസ്റ്റിങ്ക്ട് ത്രെഡ്സ് ഓഫ് ദ സെയിം പ്രോഗ്രാം ആർ എക്സിക്യൂട്ടഡ് ഓൺ ഡിഫറെൻറ്റ് പ്രോസസ്സേഴ്സ്. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ തന്നെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ത്രെഡ്സ് ആക്കി മാറ്റി. ത്രെഡ്സ് നമുക്കറിയാം ലൈറ്റ് വെയ്റ്റ് പ്രോഗ്രാംസാണ്. അങ്ങനെ ത്രെഡ്സ് ആക്കിയിട്ട് ആ ത്രെഡ്സിനെ ഡിഫറെൻറ്റ് പ്രോസസ്സേഴ്സിൽ സെയിം ടൈമിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് പാരലിസം നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെമ്മറി ഹൈറാർക്കിൻ്റെ കേസ് വരുമ്പോൾ ഇറ്റ് അഡ്രസ് ദ ഫണ്ടമെൻ്റൽ പ്രോബ്ലം ഓഫ് ബീങ് ഏബിൾ ടു പ്രൊഡ്യൂസ് ഐദർ എക്സ്ട്രീംലി ഫാസ്റ്റ് സ്റ്റോറേജ് ഓർ എക്സ്ട്രീംലി ഹ്യൂജ് സ്റ്റോറേജ് ബട്ട് നോട്ട് ദ ബോത്ത്. മെമ്മറി ഹൈറാർക്കിൻ്റെ കേസ് നമുക്കറിയാം. ഏതൊക്കെയാണ് മെമ്മറി ഹൈറാർക്കിയിൽ വരുന്ന മെമ്മറീസ്? സെക്കൻഡറി മെമ്മറി, പ്രൈമറി മെമ്മറി, പിന്നെ ക്യാഷ്, രജിസ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് മെമ്മറീസ് അതിനകത്തുണ്ട് ഹൈറാർക്കിയിൽ. അതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഫാസ്റ്റ് സ്റ്റോറേജ് ഉള്ള മെമ്മറിക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി കുറവായിരിക്കും. അതായത് ഫാസ്റ്റായിട്ട് അവർ ഡാറ്റ സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് മെമ്മറി കീപ്പ് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. പക്ഷേ അവരുടെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറഞ്ഞു. ഇപ്പോൾ രജിസ്റ്ററിൻ്റെ കേസൊക്കെ നമുക്കറിയാം, ഫാസ്റ്റായിട്ട് അതിനകത്ത് കീപ്പ് ചെയ്യാനും പെട്ടെന്ന് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും കഴിയും. കാരണം ഫാസ്റ്റായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷേ അതിനകത്ത് സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറവാണ്. എന്നാൽ സെക്കൻഡറി മെമ്മറിൻ്റെ കേസൊക്കെ വരുമ്പോൾ അത് വളരെ സ്ലോ ആയിട്ടാണ്, കമ്പയറിങ് ടു അതർ മെമ്മറീസ് സ്ലോ ആയിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുക. പക്ഷേ അതിനകത്ത് ഹ്യൂജ് സ്റ്റോറേജ് അവൈലബിൾ ആണ്. അതാണ് ഈ മെമ്മറി ഹൈറാർക്കിൻ്റെ ആ കേസ് വരുമ്പോൾ വരുന്നൊരു കോൺട്രാ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സെയിം ടൈമിൽ ബോത്തിലും ഫാസ്റ്റ് സ്റ്റോറേജും ഹ്യൂജ് സ്റ്റോറേജും പോസിബിൾ ആവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഈ ഒരു ഷെഡ്യൂളിലൂടെ ഉള്ളതുകൊണ്ട് തന്നെ കമ്പൈലറിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയും വരുന്നുണ്ട്. കമ്പൈലർക്ക് മാത്രമേ അതൊക്കെ ഒന്നുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആക്കിയിട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോയിൻ്റ് എന്താണ്? ഒപ്റ്റിമൈസേഷൻ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറാണ് പറഞ്ഞത്. അതിനകത്ത് നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനകത്തൊരു റാപ്പിഡ് എവല്യൂഷൻ തന്നെ നടന്നിട്ടുണ്ട്. കാരണം ഓരോ സമയത്തും പെട്ടെന്ന് പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനകത്ത് യൂസ് ചെയ്ത് വരികയും എങ്കിൽ കൂടി ഒരു നെവർ എൻഡിങ് ഡിമാൻഡ് നമ്മളുടെ കമ്പൈലേഴ്സിന് ഉണ്ടാവുകയും ചെയ്തു. അതിന് കാരണം എന്താണ്? നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഒരു പുതിയ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് ബെസ്റ്റ് ആക്കുക, ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ഇവിടെ കമ്പൈലർ ചെയ്യുന്ന ഡ്യൂട്ടി. അതായത് പാരലിസവും മെമ്മറി ഹൈറാർക്കീസൊക്കെയാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റായ രീതിയിൽ നമ്മളുടെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് എങ്കിൽ അതിനെ ഒന്നുകൂടെ ഒപ്റ്റിമൈസ് ചെയ്ത് പെർഫോം ചെയ്യിക്കാൻ കമ്പൈലറിന് കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് പറയുന്നത്. പിന്നെ വരുന്ന നമ്മളുടെ നെക്സ്റ്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ന്യൂ കമ്പ്യൂട്ടർ ആർക്കിടെക്ചേഴ്സ്. അതായത് പുതിയ കമ്പ്യൂട്ടർ ആർക്കിടെക്ചേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോഴും അവിടെയും നമ്മളുടെ കമ്പൈലറിൻ്റെ ആപ്ലിക്കേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് വരുന്നത് നോക്കാം.
In the early days of computer architecture design, compilers were created after the machine were built. നമ്മൾ പണ്ട് കാലത്തൊക്കെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ആദ്യം മെഷീൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമാണ്, അപ്പോൾ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് കമ്പൈലർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത് എന്നുള്ളതാണ് ഒരു പഴയൊരു സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ നമുക്കത് ഒരിക്കലും അത്ര സ്യൂട്ടല്ല. കാരണം നമ്മളിപ്പോൾ പെർഫോമൻസിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ ഒരു എറയിൽ ഒരിക്കലും നമുക്കങ്ങനെ പണ്ടത്തെ പോലത്തെ ആദ്യം കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിടുക പിന്നെ കഴിഞ്ഞിട്ട് കമ്പൈലർ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡ് പോസിബിൾ അല്ല. കാരണം ഇന്ന് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതില്ലാതെ ഇന്നത്തെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കമ്പൈലേഴ്സിനും അത്രയും ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പുതിയതൊന്ന് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ കമ്പൈലർ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നാൽ രണ്ടും ഒരേ ഒരു ലെവലിലുള്ള പെർഫോമൻസും സ്റ്റാൻഡേർഡ്സും ഒക്കെ കീപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മളുടെ കമ്പൈലറിനെയും ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. The performance of computer system is determined not just by its sheer speed but also by how well compilers can use its capabilities. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു സ്പീഡ് വെച്ചിട്ടൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനോ ഡിറ്റർമിൻ ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, കമ്പൈലർ എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൻ്റെ ഓരോ കൺസെപ്റ്റുകളും അല്ലെങ്കിൽ ക്യാപ്പബിലിറ്റീസും യൂസ് ചെയ്യുന്നത്, എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ്, എത്രത്തോളം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് എന്നുള്ളതിനൊക്കെ അനുസരിച്ചായിരിക്കും ഇതിനൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഡിസൈനിങ് ലെവൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കമ്പൈലേഴ്സ് ആർ ക്രിയേറ്റഡ് അറ്റ് ദ പ്രോസസർ ഡിസൈൻ സ്റ്റേജ് ഓഫ് കണ്ടംപററി കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡെവലപ്മെൻറ്റ്. ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സർ ഡിസൈൻ സ്റ്റേജിൽ തന്നെ നമ്മളുടെ കമ്പൈലേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ദ റിസൾട്ടൻറ്റ് കോഡ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ പ്രപ്പോസ്ഡ് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് യൂസിങ് സിമുലേറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള, അതായത് പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ വരുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് സിമുലേറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും കൂടുതൽ ബെസ്റ്റ് ആക്കാനൊക്കെ ഉള്ള പോസിബിലിറ്റീസും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, ഇനിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് നമ്മുടെ സിസ്റ്റത്തിന് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ഈ കമ്പൈലേഴ്സ് ആണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന കേസാണ് നമ്മളുടെ ഒപ്റ്റിമൈസേഷൻ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അവരുടെ ബെസ്റ്റ് പെർഫോമൻസിന് വേണ്ടിയിട്ട്, അവരുടെ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് പാരലലിസവും മെമ്മറി ഹൈറാർക്കിയും ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിനൊക്കെ ചില ന്യൂനതകളോ അല്ലെങ്കിൽ ഇഷ്യൂസൊക്കെ പലപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത രീതിയിൽ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മളുടെ കമ്പൈലേഴ്സ് അത്രയും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് മാറുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഡിസൈൻ ചെയ്യുന്ന കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനകത്ത് കമ്പൈലറും കൂടെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അതായത് ഡിസൈൻ ഓഫ് ന്യൂ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. പണ്ടത്തെ കാലത്തൊക്കെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്ത് കമ്പ്യൂട്ടറൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് കമ്പൈലർ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിൻ്റെ പെർഫോമൻസ് ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അത് ഒരുമിച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരണം. അതാണ് ഇതിൻ്റെ ഒരു